ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? എല്ലാ സമർപ്പിതരും വൈദ്യരെല്ലാം പ്രത്യേകം ഓർക്കുന്നു കേട്ടോ. നമ്മുടെ സഹോദരങ്ങളെ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ഇന്ന് പാലാ രൂപതയിൽ വൈകുന്നേരം ഭരണങ്ങാനം പള്ളിയിൽ പ്രത്യേകിച്ച് കല്ലങ്ങാട്ട് പിതാവിന്റെ അഭിനന്ദ ജോസഫ് കല്ലങ്ങാട്ട് പിതാവിന്റെ പ്രകാരം ശരിക്കും നമ്മുടെ ഛത്തീസ്ഗഡിലെ സിസ്റ്റേഴ്സിന് വേണ്ടിയൊക്കെയുള്ള പ്രത്യേക പ്രാർത്ഥനകളെല്ലാം നടത്തുന്നുണ്ട്. പിന്നെ എല്ലാവരും നിങ്ങളെ പല ഭാഗത്തേക്കുള്ളവർ തീർച്ചയായിട്ടും പോയിട്ടുണ്ടാകും ഞാൻ വിചാരിക്കുകയാണ്. എനിവേ, അപ്പം നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ശക്തമായിട്ട് ഇങ്ങനത്തെ ഉള്ള അല്ലേ അത് നമ്മുടെ ഒരു പ്രാർത്ഥന രീതിയാണ്. സഭയ്ക്കെതിരെ ഒരുപാട് തരത്തിലുള്ള പീഡനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് പ്രാർത്ഥന ഉയർത്തുക എന്ന് പറഞ്ഞ് ബിബ്ലിക്കലാണ്. പ്രതികരിക്കണം, പറയണം, അതൊക്കെ വേറെ ചില വശങ്ങൾ, അതെല്ലാം വേണം. പക്ഷെ അതെല്ലാം പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനകൾ വളരെ ശക്തമായിട്ട് ഉയർത്തണം. അപ്പോൾ അതിൻ്റെ കുടുംബ പ്രാർത്ഥനകളിലും ഒക്കെ എക്സ്ട്രാ ജമാലയൊക്കെ ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടുന്ന് ഒരു സാക്ഷ്യം വായിക്കാം. ശംശയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ബിനോയച്ച, എൻ്റെ പേര് ദീപ. ഞാനും എൻ്റെ കുടുംബവും ഖത്തറിലാണ് താമസിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ, വലിയൊരു അനുഗ്രഹം പിന്നെ കുടുംബാംഗങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിത് എഴുതുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതായത് ഒന്നൊക്കെ നമുക്കൊരു അനുഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കുടുംബാംഗങ്ങളാണല്ലോ നമ്മൾ. അപ്പോൾ എല്ലാ കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞ് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുടുംബാംഗങ്ങളെന്ന് വിളിക്കുന്നതൊക്കെ ചിലപ്പോൾ മറന്നുപോയി അല്ലേ ചില സമയത്ത്. ഓക്കെ, ഞങ്ങളുടെ മകള് റോസ വെസ്റ്റിക്ക 3 വയസ്സായത്. ജനനം മുതൽ 3 വയസ്സ് വരെ മോഷൻ സംബന്ധമായ യാതൊരു ഇഷ്യൂസും തന്നെ അവൾക്കുണ്ടായിരുന്നില്ല. ജനിക്കുമ്പോൾ സാധാരണ കുഞ്ഞുങ്ങൾ ഉണ്ടാകാറുള്ള കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് പോലും അവർക്കില്ലായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് അവളുടെ കോൺസ്റ്റിപ്പേഷൻ വളരെ കഠിനമായിട്ട് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. 4-5 ദിവസങ്ങൾ വരെ മോഷൻ പോകാത്ത സാഹചര്യമായിരുന്നു. ഞാൻ ഹസ്ബൻഡ് ഒരുപാട് വിഷമിച്ചു. 4-5 ദിവസം കഴിഞ്ഞിട്ട് കുട്ടിയെ ടോയ്ലറ്റിൽ പോകണമെന്ന് പറയാതെ ബലമായ ടോയ്ലറ്റിൽ ഇരുത്തിയാൽ വേദനയും സങ്കടവും ഒക്കെയായിരുന്നു ഫലം. ചിലപ്പോൾ രാത്രിയിൽ കിടന്നതിന് ശേഷം ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞെണീക്കും. എന്നിട്ട് മണിക്കൂറുകൾ അവിടെ ഇരിക്കും. ഞാൻ ഹസ്ബൻഡിനെ മാറി കൂടെ നിൽക്കാനും അവൾക്ക് മോശം പോവുകയില്ല. ഒരാൾ നിന്ന് മടക്കുമ്പോൾ അടുത്ത ആൾക്ക് നിൽക്കും. ഇത് രാത്രിയിലാകുമ്പോൾ ഞങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ട്, കാരണം രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരൊക്കെയാണല്ലോ. ഇത് തുടർന്നപ്പോൾ സാധാരണയായി ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് മീൻസ് ആയുർവേദം അങ്ങനെ പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ടല്ലോ, അങ്ങനത്തൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പക്ഷേ അതിൻ്റെ ലൂസ് മോഷൻ വലിയാകാൻ വേണ്ടി തുടങ്ങി. പിന്നെ ചില വൊമിറ്റിംഗ് കൂടെ ചിലപ്പോൾ കൊച്ചിന് വരാൻ തുടങ്ങി. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി. സമാധാനം ഉറക്കം കിട്ടാത്ത ദിവസങ്ങളായി 4-5 ദിവസമൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ടെൻഷൻസായി. പുറത്ത് പോകാൻ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി. ഞങ്ങൾ അച്ഛൻ്റെ ടോക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സിസ്റ്ററിന്റെ സാക്ഷ്യം ഞാൻ കേട്ടിരുന്നായി ഓർമ്മിച്ചെടുത്തു. പക്ഷേ ഈ എപ്പിസോഡിന്റെ നമ്പർ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോഴാണ് ഞാനത് കേട്ട സമയം എൻ്റെ അനിയത്തി അത് എനിക്ക് അയച്ചു തന്ന ഓർമ്മ വന്നു. നിങ്ങൾ ഒരു ഡോക്ടർ സിസ്റ്റർ അയച്ചൊരു സാക്ഷ്യമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഞാൻ ചില എപ്പിസോഡ് ഞാൻ കഴിഞ്ഞ സമയമില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണം. അത് ഏതെങ്കിലും സമയത്ത് നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. നമ്പറൊക്കെ ഞാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഓർഡർ എടുക്കാനൊരു ക്രമീകരണങ്ങളൊക്കെ ഞാൻ നോക്കാൻ പരിശ്രമിക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ അന്നത്തെ അയച്ചു ഓർമ്മ. അങ്ങനെ അത് തപ്പിയെടുത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ അവൾ വ്യത്യാസങ്ങൾ വരാൻ വേണ്ടി തുടങ്ങി. പിന്നീട് മെഡിസിൻ കൊടുക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ട് ഞാൻ ടോയ്ലറ്റിൽ കൊണ്ടിരുത്തുമ്പോൾ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിൽ അവർക്ക് മോശം പോയി തുടങ്ങി. ഈ സംഭവം ഞങ്ങളുടെ അടുത്ത ഒരു സുഹൃത്തുമായി ഞങ്ങൾ പങ്കുവെച്ചിരുന്നു. അപ്പോൾ ഒരു സാക്ഷ്യം ഷെയർ ചെയ്യാം. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യും, കരുണയുടെ നൊവേനയുടെ കൂടെ ഈ കാര്യം സമർപ്പിച്ചു കൊല്ലാൻ പറഞ്ഞു. വലുപ്പം അത്ഭുതം എന്ന് പറയട്ടെ. ഗുഡ് ഫ്രൈഡേ മുതൽ ഈ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന കരുണ, നിങ്ങൾക്കറിയാം കരുണ നൊവേന എന്ന് പറഞ്ഞാൽ പിന്നെ ദുഃഖവെള്ളിയാഴ്ച തുടങ്ങി ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പിന്നെ സീറോ മലബാറിലൊക്കെയാണ് പൊതു ഞായറെന്ന് പറയും, അല്ലെങ്കിൽ ദൈവകരുണയുടെ തിരുനാൾ. ആ തിരുനാളിന്റെ പിന്നെ തേർഡ് ഡേ ഈസ്റ്റർ സൺഡേയിൽ ഒരുപാട് അന്നേരം പറഞ്ഞാൽ ഈ ഗുഡ് ഫ്രൈഡേ തുടങ്ങി എന്ന് പറഞ്ഞ് ഈസ്റ്റർ സൺഡേ ആയപ്പോഴത്തേക്ക് അവളിങ്ങോട്ട് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് തന്നെ തുടങ്ങി. അങ്ങനെ പിന്നെ അങ്ങനത്തെ മാസങ്ങളായിട്ട് അവളിങ്ങോട്ടൊരു കാര്യം വന്ന് പറയാറില്ല. ഈ ടോക്ക് കേട്ട് തുടങ്ങിയപ്പോഴാണ് അല്പങ്കരം ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി തുടങ്ങിയത്. അവള് ടോയ്ലറ്റിൽ പിടിച്ചിരുന്നത് അങ്ങനെ അച്ഛൻ ടോക്ക് കേട്ട് തുടങ്ങി. പിന്നെ ഈ പറയുന്ന കരുണ നൊവേനയും ചൊല്ലി ആ ആഴ്ചയിൽ തന്നെ എല്ലാ കാര്യങ്ങളും കർത്താവ് അനുഗ്രഹിച്ചു. ചെറിയ ടേക്ക് കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നൊക്കെ പറഞ്ഞ സാക്ഷി എഴുതി അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയ ടോക്കിന്റെ ഒപ്പം ഒരു കരുണയുടെ നൊവേനയില്ലേ, അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഞങ്ങൾ ആ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്നാണല്ലോ ഞങ്ങളുടെ പേര് തന്നെ എടുത്തിരിക്കുന്നത്, ദൈവകരുണയുടെ പ്രഘോഷകര്. അപ്പോൾ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഈ ദുഃഖവെള്ളിയാഴ്ച മുതൽ പിറ്റേ അല്ലെങ്കിൽ ഈസ്റ്റർ കഴിഞ്ഞുള്ള സൺഡേ വരെ അങ്ങനെ മാത്രമല്ല. അത് എടുക്കേണ്ടത്
എന്ന് പ്രത്യേക നിയോഗം, പ്രത്യേക ഒരു ആവശ്യം വരണമെങ്കിൽ ദൈവകരണയുടെ നൊവേന വളരെ ചൊല്ലുന്നത് നല്ലതാണെന്ന് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളൊരു പ്രത്യേക നിയോഗം വരുമ്പോൾ നിങ്ങൾ ദൈവകരണയുടെ നൊവേന 9 ദിവസം അത് നിങ്ങൾക്ക് പ്രയർ പുസ്തകങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ PDMന്റെ പുതിയ പ്രാർത്ഥനാ മഞ്ചേരി പുസ്തകമുണ്ട്, അതിനകത്ത് നിങ്ങൾക്കത് കിട്ടും. അല്ലെങ്കിൽ അടപാടി സെഹ്യോനെ ചെന്ന സെഹ്യോൻ പ്രാർത്ഥന പുസ്തകം, ഓൾറെഡി എല്ലാ പ്രാർത്ഥന പുസ്തകങ്ങളും കാണുന്നത്. എന്നാലും നിങ്ങൾക്കൊരു സോഴ്സും കൂടെ പറഞ്ഞു തരാം. പിന്നെ ആർക്കും കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു വാട്സപ്പിൽ ഞങ്ങളുടെ PDMോ ASJMോ അല്ലെങ്കിൽ പിന്നെ കുറവലങ്ങാടി PDS ആർക്ക് ആ നമ്പറുകളിൽ മെസ്സേജ് അയച്ചു തന്നേക്കാം കേട്ടോ. കരുണയുടെ നൊവേന വളരെ ശക്തമായിട്ടൊരു പവർഫുള്ളാണ്, പക്ഷേ വലിയൊരു കൃപയാണ്. പ്രൈസ് എല്ലാമാണ്. എന്തായാലും കുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ടോക്ക് വേഗം പറയുന്നത്, ഇപ്പോൾ സമയിച്ചിരെ സാക്ഷ്യത്തിലുണ്ടല്ലോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇളക്കം തട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 1 തെസ്സലോനിക്ക 3:3 വചനം കിടക്കുന്നത്. പൗലോസ് ശ്ലീഹ തിമോത്തിയോസിനോട് പറയുന്ന പിന്നെ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ പറയാണ്, ഇത് മൂലം നിങ്ങൾക്ക് ഇളക്കം തട്ടാതിരിക്കാനാണ് ഞങ്ങളിത് ചെയ്തത്. എന്റെ സംഭവം അറിയാം, തിമോത്തിയോസിനെ തെസ്സലോനിക്കയിലേക്ക് അയക്കുക. പക്ഷേ ഭയങ്കരമായ പീഡനങ്ങൾ, അതാണ് പീഡനങ്ങൾ നിമിത്തം നിങ്ങൾക്ക് ഇളക്കം തട്ടാതിരിക്കാനാണ് ഇത് ചെയ്തത്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ ഇതിനായിട്ടാണല്ലോ ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കാൻ, അതിനകത്ത് 2-3 കാര്യം പറയാനുണ്ട്. ഒന്ന്, കഠിനമായ പീഡനം വരുമ്പോൾ വിശ്വാസത്തിൽ ഇളക്കം തട്ടും. വിശ്വാസത്തിൽ ഇളക്കം വരും. പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കറണ്ട് ഇഷ്യൂ ഛത്തീസ്ഗഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പീഡനം മാത്രമല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായ പെട്ടെന്നൊരു രോഗം വന്നു, പെട്ടെന്നൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നു, ഇങ്ങനെ ജോലിയെല്ലാം പ്രത്യേകം നഷ്ടപ്പെട്ടു പോയി. അങ്ങനത്തെ ഏത് തരത്തിലുള്ള ഒരു ഒരു പ്രതിസന്ധി വരുമ്പോഴും ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു പീഡനം തന്നെയാണ്, അത് വരുമ്പോൾ ഉറപ്പായിരുന്നു. അങ്ങനെ വരുമ്പോൾ ശരിക്കും അങ്ങനെ ഇളക്കം തട്ടരുത്. അപ്പൊ ഇളക്കം വിശ്വാസത്തിൽ ഇളക്കം തട്ടിപ്പോകും. പ്രാർത്ഥിക്കൽ എന്നാ കാര്യം, എന്നാ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഓർക്കാൻ ഇന്നൊരു ഡോക്ടർ എന്നെ ഫോൺ വിളിച്ചു. ആ ഡോക്ടർ പറഞ്ഞ സാക്ഷ്യം കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ സാക്ഷി എഴുതി അയക്കുമായിരിക്കും, ഞാനത് ഷെയർ ചെയ്യാം. എനിവേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതുകൊണ്ട് ഇളക്കം തട്ടാൻ സാധ്യതയുണ്ട് വിശ്വാസത്തിൽ. അപ്പോൾ സൂക്ഷിക്കണം. ഇളക്കം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നാ പറയണത്, വലിയ കല്ലിങ്കൾക്ക് ഒരു കല്ലൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് അടുത്ത വീടുകളുണ്ടെങ്കിൽ ചിലവരെ ഒരു ഇളക്കം തട്ടിയോ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും, ചെറിയ വിള്ളൽ വീണ് എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ ചില ഇളക്കം തട്ടാം. ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ പലപ്പോഴും ഇളക്കം തട്ടുന്നവർക്ക് ശക്തിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ പറഞ്ഞത്, ഇപ്പം അതായത് നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് അവർ പറഞ്ഞ് ശക്തിപ്പെടുത്താൻ വേണ്ടി ശിഷ്യന്മാർ ചെല്ലുവാണ്. അപ്പൊ അതുകൊണ്ട് അവന്റെ ഒരു കുടുംബത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു, അവരെ ഇളക്കാൻ തട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ അവിടെ ചെന്നൊരു ശക്തിപ്പെടുത്തണം. ഇതല്ലേ പത്രോസ് ശ്ലീഹ പറയും, നീ ചെന്നൊരു ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തണം അല്ലേ. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥന ഈശോ പറയുന്നില്ല ലൂക്ക 22 30-31-32 അങ്ങനെ പറഞ്ഞു പോയാൽ പോകും. അപ്പൊ അതുകൊണ്ട് നിർത്തിയേക്കാം കേട്ടോ. അതിന്റെ ഇളക്കമൊക്കെ ഉണ്ട്, നല്ല അങ്ങോട്ട് ഉറപ്പിച്ചു കേട്ടോ. ഇയാളെ ചെടികൾക്ക് കാറ്റ് പിടിച്ചിട്ട് ഇയാളെ ഇളക്കം തട്ടിയപ്പോൾ ഇവിടെ ശുശ്രൂഷകരും പ്രദേശമൊക്കെ ചേർന്ന് അത് ശരിയാണ് നല്ല ഉറപ്പിക്കുന്നത് ഞാൻ കണ്ടു. നല്ല കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. സ്നേഹമാണ് കേട്ടോ, കൂടെയുണ്ട്, ധൈര്യമായിരിക്കണം കേട്ടോ. സ്തുതിക്കാവോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, ഏതെങ്കിലും പ്രത്യേക സംഭവങ്ങൾ മൂലം വിശ്വാസത്തിൽ ഇളക്കം തട്ടിയിരിക്കുന്ന ഓരോരുത്തരും വിശ്വാസത്തിൽ ഉറയ്ക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പുത്രനായ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നു. വിശ്വാസത്തിന് ആത്മാവ് ശക്തമായി ആവശ്യിച്ച് ഇളക്കം തട്ടിയിരിക്കുന്ന വിശ്വാസത്തിൽ ഉറയ്ക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവ് ദൈവമേ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കുള്ള ഈ ടോയ്ലറ്റ് ഇഷ്യൂസ്, അതേപോലെ തന്നെ കർത്താവെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തുള്ള രോഗപീഠകൾ, കർത്താവ് അങ്ങനെ ഇത് മാത്രമല്ല പല രോഗപീഠകളും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പേരൻസ് ഉണ്ടാവും. കർത്താവ് അവർക്ക് വലിയ ഇപ്പോൾ ബ്ലെസ് ചെയ്യാണ്. എന്റെ ഈശോയെ, അങ്ങ് കുഞ്ഞുങ്ങളുടെ കാര്യം വന്നാൽ ഞാൻ അപ്പം തന്നെ ബാക്കി എല്ലാം മാറ്റിവെച്ച് അവർക്കൊരു കെയർ കൊടുക്കുന്ന സുവിശേഷം ഞങ്ങൾ കാണുന്നുണ്ട്. കർത്താവെ, എന്റെ ദൈവം, ഞങ്ങൾ ഒരു മനസ്സോടെ എല്ലാവരും സ്തുതിക്കാവോ? കുഞ്ഞുങ്ങളെ സ്തുതിച്ചോ. കർത്താവ് സ്തുതിക്കുന്ന സമയത്ത് ഈശോ തന്നെ നേരിട്ടിരുന്ന് കുഞ്ഞുങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ചൊരു അനുഗ്രഹം കൊടുക്കണമേ. അത്ഭുത സാക്ഷിയാക്കി കുഞ്ഞുങ്ങൾ മാറട്ടെ. കർത്താവ് രോഗസൗഖ്യം മാത്രമല്ല, അതേസമയം കുഞ്ഞുങ്ങൾക്ക് മാനസികവും ആത്മീയമായ സൗഖ്യം കിട്ടാൻ ഇടവരട്ടെ. ദുഷ്ടാരികൾ ബന്ധിക്കുന്നു, രോഗപീഠകളെ ബന്ധിക്കുന്നു, പൈശാചിത്യങ്ങളെ ബന്ധിക്കുന്നു, തടസ്സങ്ങളെ ബന്ധിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.